RSSന്റെ മുഖപത്രമായ ദ ഓർഗനൈസറിൽ മോഹൻലാലിൻ്റെ ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായ എമ്പുരാനെ വിമർശിച്ചുകൊണ്ട് അത് ദേശവിരുദ്ധ പ്രചരണമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ, കേരളത്തിൽ കൃത്യമായും ഇവിടുത്തെ ഭരണപക്ഷവും, അതായത് ഇടതുപക്ഷവും പ്രതിപക്ഷവും UDF ഒരുപോലെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വരുന്ന അത്യപൂർവം സംഭവങ്ങളാണ് നടക്കുന്നത്. തീവ്ര വലതുപക്ഷ വിഭാഗത്തെ കേരളത്തിൽ ഒരിക്കലും വളരാൻ അനുവദിക്കരുത് എന്ന് ഉറപ്പിച്ചാണ് കേരളത്തിലെ മതേതരത്വ ജനത രണ്ട് കൈ നീട്ടി ആ ചിത്രത്തെ സ്വീകരിച്ചിരിക്കുന്നു. സിനിമയിലെ സംഘവിരുദ്ധ നിലപാടുകൾ എഡിറ്റ് ചെയ്ത് റീസെൻസറിങ് ചെയ്യണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും RSSകാരും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പല നേതാക്കളും പറയുമ്പോൾ, പൃഥ്വിരാജിനെതിരെ നടക്കുന്ന സൈബർ ബുള്ളിയിങ്ങിന് എല്ലാവിധ പിന്തുണയും മേജർ രവി ഉൾപ്പെടെയുള്ളവർ കൊടുക്കുകയാണ് എന്നാണ് പൃഥ്വിരാജിൻ്റെ മാതാവായ മല്ലിക സുകുമാരൻ പറയുന്നത്. ചലച്ചിത്ര ആവിഷ്കാരത്തെ എല്ലാ രീതിയിലും കലയായി കണ്ടുകൂടെ എന്നാണ് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴും കശ്മീർ ഫയൽസ് ഇറങ്ങിയപ്പോഴും RSSും സംഘപരിവാറും പറഞ്ഞത്. അന്ന് ഇടതുപക്ഷമോ അതല്ലെങ്കിൽ ഇവിടെയുള്ള മതേതര പ്രസ്ഥാനങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യമായ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞില്ല. എന്നാൽ യഥാർത്ഥ ഗോന്ത്രയിലെ സംഭവം, അതിൻ്റെ ഒരു ആവിഷ്കാരം നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടക്കൊല, അവിടെ കൃത്യമായും സംഘപരിവാർ നടത്തിയ ആ അരാജകത്വം, അതുപോലെ തന്നെ ഭീതി ജനങ്ങൾക്ക് അത് കൃത്യമായൊരു മെസ്സേജായി നൽകിയപ്പോൾ വലിയ തോതിൽ കിടന്ന് മോങ്ങുകയാണ് RSS. ഈ മോങ്ങൽ, ഈ കരച്ചിൽ, ഇതാണ് വാസ്തവത്തിൽ ഇവിടെയുള്ള മോഹൻലാൽ ഫാൻസിൽ പൊട്ടിത്തെറിയുന്ന രീതിയിൽ വലിയ സ്ക്രോളുകളായി പല ചാനലുകളിലും വന്നിരിക്കുന്നത്. RSS അനുഭാവികളോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നല്ല മോഹൻലാൽ പറഞ്ഞത്. ചില വ്യക്തികൾക്ക് തൻ്റെ സിനിമയിലെ ചില ഭാഗങ്ങൾ വേദന ഉണ്ടാക്കി എന്ന് മനസ്സിലായതിൻ്റെ ഭാഗമായി അതിൽ ഖേദമുണ്ട്. അതായത് മാപ്പ് പറയുകയല്ല ചെയ്തത്. മാപ്പ് പറയാൻ മോഹൻലാൽ തീരുമാനിച്ചിട്ടുമില്ല. ഖേദപ്രകടനം എന്നത് മോഹൻലാൽ ചെയ്തത് തെറ്റല്ല എങ്കിൽ പോലും മോഹൻലാലിൻ്റെ ആരാധകരിൽ ഒരു കൂട്ടർക്ക്, ആ ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡാണ്, സ്പെസിഫിക്കാണ്. അതിൽ നിന്നും RSSൻ്റെ കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായി ഉണ്ട് എന്നതാണ് പലരും പറയുന്നത്. ഏതായാലും സംഘ പരിവാരങ്ങളോട് ആധിപത്യം കാത്തു സൂക്ഷിക്കുന്ന സുജയ പാർവതി, അവർ സംഘപരിവാറിൻ്റെ വക്താവാണല്ലോ, അവർ കിടന്നുറഞ്ഞു തുള്ളുകയാണ് ചാനൽ ചർച്ചകളിൽ. വലിയ തോതിൽ അവർ പ്രശ്നമുണ്ടാക്കി മതേതര കേരളത്തിൽ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ വീണ്ടും പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുമ്പോൾ കൃത്യമായി പറയട്ടെ, മുരളി ഗോപി ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്താനില്ല എന്ന് അക്ഷരം പ്രതി പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ സിനിമയിലെ ഒരു ഭാഗവും വെട്ടിമാറ്റേണ്ടതായില്ല എന്ന് ഉറപ്പിക്കുകയാണ് കൃത്യമായി മുരളി ഗോപി. തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഒരു പ്രസ്ഥാനത്തിനും അവകാശമില്ല. രാജ്യവിരുദ്ധത ഒന്നും കാണിച്ചിട്ടില്ല. ഭരിക്കുന്നവർ, ഭരണത്തിലിരിക്കുന്നവർ പണ്ട് കാണിച്ച അവരുടെ ക്രൂരകൃത്യങ്ങൾ പുറത്തു വരുമ്പോൾ ബേജാറാവുന്നത് എന്തിന് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്.